എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നിപ്പോൾ നിങ്ങളെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നിങ്ങളത് ഈ ഒരു വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ അസർബൈജാനിൽ ബാക്കുവിൽ വന്നിട്ട് ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്താണ്, നുഹൂർ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെഴ്സിഡസ് ബെൻസ് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ സ്പ്ലെൻഡർ എന്ന വണ്ടിയുടെ ഉൾവശവും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ അർബാനിയ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഫോഴ്സ് അർബാനിയ. അപ്പോൾ ഫോഴ്സ് അർബാനിയയുടെ ഒരുപാട് വീഡിയോസുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഉള്ളൊന്ന് കാണണം, അതേപോലെ വണ്ടിയുടെ ബോഡി ഷേപ്പുകൾ കാര്യങ്ങളെല്ലാം കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങൾ നമ്മളെന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകട്ടോ. ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. അതായത് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്ന് ഇതുണ്ടോ, സൈഡിലൊക്കെ ഇതുണ്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ന്യൂ മോഡൽ വണ്ടിയാണ്. കാരണം സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ താഴെയൊക്കെ വരികയാണെങ്കിലും നല്ല അടിപൊളി ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാൻ നേരെ വണ്ടിയുടെ അകത്തേക്ക് കയറാൻ പോയിട്ടോ. നിങ്ങളുടെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മൾ നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉൾവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഉൾവശം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. 2, 4, 6, 8, 10, 11, 12, 13, 14, 16 സീറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അർബാനിയുടെ സെയിം സീറ്റ് 16, 17, 18, 19 സീറ്റാണ് ഡ്രൈവർ അടക്കം വരുന്നത് കേട്ടോ. ഉള്ളിലുള്ള ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. അടിപൊളി സീറ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ സീറ്റാണ് കേട്ടോ. നല്ല പക്ക ലക്ഷറി വണ്ടിയാണ്. നല്ല അടിപൊളി നല്ല എന്താ പറയുക, നമ്മുടെ അർബാനിയുടെ പോലെ തന്നെ നല്ല ബെർത്തുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു മോഡലിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഇതൊക്കെ ടി വി ആട്ടോ. ടി വി ഡാഷ്ബോർഡൊക്കെ നോക്കി, ഡാഷ്ബോർഡിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടോ നല്ല പക്ക. ആ ബെൻസ് സ്പ്ലെൻഡറിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കാണുക. നല്ല സെറ്റപ്പ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ പുള്ളിയുടെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമായി. കാരണം കുറേ നാളുകളുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇത് ടി വി ഇതുണ്ടതേ, ടി വി അവർ ഓൺ ചെയ്തിട്ടുണ്ടതേ, ടോപ്പാണ് ടി വി ഇതാട്ടോ കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാം, ഫുഡ് കഴിക്കാം, അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരവൻ സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ടി. എന്തായാലും നമുക്ക് പുള്ളിക്കാരോട് ചോദിക്കാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിക്കാം. അവർക്ക് ഇംഗ്ലീഷ് വലിയ ഇതില്ല, എന്നാൽ ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം, ഒന്ന് പരിചയപ്പെടാം. ഹൗ ആർ യു? ഫൈൻ. നെയ്ം ഓർഖാൻ ആണ് പുള്ളിയുടെ പേരട്ടാ. പുള്ളിയാണ് വണ്ടിയുടെ ഡ്രൈവർ അല്ലേ. ഹൗ മച്ച് റേറ്റ് ദിസ് വെഹിക്കിൾ? ഹൗ മച്ച് ഹിയർ amount? How much manat? This car? Yeah, this car 60,000 manat. 60,000 manat. 60,000 manat എന്ന് പറയുമ്പോൾ 6-30. അപ്പോൾ ഏതാണ്ട് 30 ലക്ഷം രൂപയോട്ടോ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 30 ലക്ഷം രൂപ വില വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ നമ്മുടെ അവിടെ ചിലപ്പോൾ ഈ വില കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. പക്ഷേ ഈ സെയിം മോഡൽ വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ അർബാനിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം കേട്ടോ. നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.